ഓഹോ, അപ്പൊ പാടാനും അവനറിയാമോ? ഡാഡി, പാട്ടെന്ന് പറഞ്ഞാൽ സാധാരണ പാട്ടല്ല, പ്രേമാനന്ദനേക്കാൾ നന്നായിട്ട് പാടി. അവൻ പാടും, അവൻ പാടണം. അവൻ പാടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്നെ വിളിക്കുന്ന പയ്യനല്ലേ? എന്റെ ആവുന്ന കാലത്ത് ഞാൻ ഒരു പാട്ട് പാടി. ആ പാട്ട് കേട്ടല്ലേ നിന്റെ നന്നായി പേടി അറിഞ്ഞു വന്നത്. ഒറ്റ പ്രാവശ്യം ഞാൻ പാടിയുള്ളൂ. അതിനുശേഷം നിന്റെ അമ്മ എന്നെ പാടാൻ സമ്മതിച്ചിട്ടില്ല. അതെന്താണ് വെച്ചാ? പാട്ട് കേട്ട് വേറെ വല്ല പെണ്ണുങ്ങളും എന്നെ പ്രേമിച്ചാലോ എന്നിവിടെ തള്ളക്ക് ഭയമായിരുന്നു. പക്ഷെ അവളുടെ മരണത്തിന് ശേഷം ഞാനൊന്ന് പാടാൻ ശ്രമിച്ചു. പാട്ടിന് പകരം എനിക്ക് കരച്ചിലേ വന്നുള്ളൂ. ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ചുമ്മാ ഡാഡി. ഈ ഡാഡിയുടെ ഒരു ഡോപ്പ്. ഈ ഡാഡിക്ക് ഒന്നും അറിഞ്ഞൂടാ. വാ ചേച്ചി. വണ്ടി പെണ്ണേ, ഡാഡിക്കൊന്നും അറിഞ്ഞൂടല്ലേ? ഡാഡിക്കൊന്നും അറിഞ്ഞൂടായിരുന്നു. ജനിക്കുമായിരുന്നോ? എനിക്കെല്ലാം അറിയാം. അതിൽ തൊട്ട് വിളിക്കണ്ട. ഇന്നലെ 2 ഡസൻ ആപ്പിൾ വാങ്ങിച്ചതാ. ആ തടിയൻ അളിയൻ എല്ലാം ഒറ്റയ്ക്ക് തിന്നു കളഞ്ഞല്ലോ. എടാ തങ്കപ്പ, എന്തോ അളിയൻ 2 ഡസൻ ആപ്പിൾ തിന്നാണോ വലിയ കാര്യം? 2 ഡസൻ ഫുട്ബോൾ വിഴുങ്ങിയാലും അങ്ങേരുടെ വയറ്റിൽ ഇനിയും സ്ഥലം ബാക്കി കിടപ്പുണ്ടാവും. അവിടെ നമുക്ക് ഒളിമ്പിക്സ് നടത്താം. അതാണ് ഒരു ഹമുക്കാണ്. പതുക്കെ പതുക്കെ പറ. ആന ചെവി അങ്ങേര് കേക്ക് ഇങ്ങനെ കുറിച്ച് നമുക്ക് 50-50. നിന്നെക്കൊണ്ട് ഞാൻ ഒന്നിനും വയ്യാതെ അവിടെ പോയില്ലല്ലോ. പണ്ട് മുതൽ ഒരു കൊച്ചു കോഴിയായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അളിയ ക്വാഴി നമുക്ക് പൊരിക്കാം. ഇടാ തന്ന മുതലാളി, നീ എന്നെ തല്ലിയിട്ട് ഇവിടെ വന്ന് കണ്ണാടി വെച്ചൊരു ഒളിച്ചിരിക്കുകയല്ലേ? നിന്നെ ഞാൻ പോലെയാവും. എടാ മുതലാളി, എനിക്ക് നിന്നെ എങ്ങനെ ശിക്ഷിച്ചേ പറ്റൂ. നീ എന്റെ മുതലാളിയായി പോയില്ലേ കാലമാടാ. എക്സ്ക്യൂസ് മീ. എന്താ? എനിക്ക് സിന്ധുവിനോട് ഒരു കാര്യം പറയാനുണ്ട്. പറയാമല്ലോ. അത് ഇവര് കേൾക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത് ഈ കാസറ്റിലുണ്ട്. കൊള്ളാം. ഇതൊരു പുതിയ പരിപാടിയാണല്ലോ. ഇതിന്റെ മറുപടി നാളെ തരണം. ജസ്റ്റ് എ മിനിറ്റ്. ഇപ്പോൾ തന്നെ തരാം. താങ്ക് യു. എന്തൊരു ബുദ്ധിയേട്ടാ. ഇതാണോ എനിക്ക് പറയാനുള്ളത്? അതൊന്നും ഇപ്പൊ പറയാതിരിക്കുന്ന നല്ലത്. പിന്നെ പറയാം. ഓ, സമയമായി. ഇപ്പൊ എന്റെ കണ്ണാത്തടിച്ചു അല്ലേ? ഓടേണ്ടല്ലാം
ബ്രൗൺ ബെൽറ്റ് ആണ്ടാ. നീ ബ്രൗൺ ബെൽറ്റ് ആണല്ലേ, ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ആണടാ പട്ടി. ഒരു നല്ല ഫൈറ്റ് കഴിഞ്ഞാലേ ക്ഷീണം കാണും. ഞാൻ പോയി സോഡ വാങ്ങിച്ചോണ്ട് വരാം. സത്യത്തിൽ ബിരിയാണിയാണ് കഴിക്കേണ്ടത്. അയ്യോ ചോര. ഓ സാരമില്ല, ഒരു ചെറിയ മുറിവാ. കൊള്ളാം, ഇതാണ് ചെറിയ മുറിവ്. ആ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഡോക്ടറെ കണ്ട് ഡ്രസ് ചെയ്യിക്കാം. എന്താ സിന്ധു? എന്താ പറയൂ, പറയൂ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. സിന്ധു, ഞാൻ നിങ്ങളുടെ ഡ്രൈവറാണ്. ശങ്കുവേട്ടനെ ഞാനങ്ങനെ കരുതിയിട്ടില്ല. ഞാനൊരു പാവപ്പെട്ടവനാണ് കുട്ടി. ഞാനൊരു പണക്കാരന്റെ മകളായി ജനിച്ചത് എന്റെ കുറ്റമല്ലല്ലോ. ഇത്തരം ബന്ധങ്ങൾ എല്ലായ്പ്പോഴും ദുഃഖത്തിലാണ് അവസാനിക്കാറ്. അതറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ ദുഃഖം വിലയ്ക്ക് വാങ്ങുന്നത്? സിന്ധുവിന്റെ നിലയും വിലയും അനുസരിച്ചുള്ള ഒരു വലിയ പണക്കാരനെ കിട്ടും. ഞാൻ ഒന്നുമില്ലാത്തവനാണ്. അതിനെന്താ? എന്തോ ഞാൻ ശങ്കുവേട്ടനെ സ്നേഹിച്ചു പോയി. സിന്ധു,